വർഷങ്ങളുടെ കാത്തിരിപ്പിന് ഒടുവിൽ ആ വീട്ടിൽ ഒരു പെൺകുഞ്ഞു ജനിച്ചു. ഒരു ഇടത്തരം കുടുംബമായ ആ വീട്ടിൽ ജനിച്ച അവളെ അവളുടെ അച്ഛനും അമ്മയും കഷ്ടപ്പാടുകൾ അറിയാതെ വളർത്തി. അവൾക്ക് മൗമിത ഡബ്നാഥ് എന്ന് പേരിട്ടു. അവൾക്ക് അച്ഛനോടായിരുന്നു കൂടുതൽ ഇഷ്ടം. അച്ഛൻ എവിടെ പോയാലും അവളും കൂടെ പോകുമായിരുന്നു. അല്പമൊക്കെ വികൃതിയും കുസൃതിയും അവളിലുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്താൽ അവൾ വളർന്നു. അവൾ എല്ലാ കാര്യങ്ങളിലും മിടുക്കിയായിരുന്നു. പഠിക്കുന്നതിൽ അവൾ മിടുക്കിയായതുകൊണ്ട് അവളുടെ ക്ലാസ് ടീച്ചർക്ക് അവളെ വളരെ വലിയ കാര്യമായിരുന്നു. പഠിച്ചു വലിയൊരു ഡോക്ടർ ആവണമെന്നായിരുന്നു കുട്ടിക്കാലം മുതൽക്കുള്ള അവളുടെ ആഗ്രഹം. കുട്ടിക്കാലത്ത് പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ അവളെ പരിചരിച്ച ഡോക്ടറെ പോലെ ആവണമെന്നാണ് അവൾ ആഗ്രഹിച്ചത്. സാധാരണ കുട്ടികൾക്കൊക്കെ തോന്നുന്നൊരു വികാരമാണത്. പക്ഷേ അവളിലെ ആ ആഗ്രഹം അവൾ വളരുംതോറും കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഡോക്ടറാവാനുള്ള അവളുടെ സ്വപ്നം മനസ്സിലിട്ട് നന്നായി പഠിച്ചു. കളിയും ചിരിയും സന്തോഷവും നിറഞ്ഞ അവളുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. SSLCയിലും +2വിലും നല്ല മാർക്ക് നേടി. അയൽക്കാർക്കും ബന്ധുക്കൾക്കുമൊക്കെ അവൾ സന്തോഷം പങ്കുവച്ചു, മധുരങ്ങൾ നൽകി. വളരെ സ്നേഹസമ്പന്നയായ ഒരു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അയൽക്കാർക്കും ബന്ധുക്കൾക്കുമൊക്കെ അവളോടൊരു പ്രത്യേക ഇഷ്ടമായിരുന്നു. അങ്ങനെ അവളെ എൻട്രൻസിന് ചേർത്തു. രാവും പകലും അവൾ വാശിയോടെ പഠിച്ചു. നന്നായി പഠിച്ചിരുന്നെങ്കിലും എക്സാം സമയത്ത് അവൾക്ക് വലിയ ടെൻഷനായിരുന്നു. എക്സാം കഴിഞ്ഞു വന്നതിന് ശേഷം പാസ്സാകുമോ സെലക്ട് ആവുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ അവളിലുണ്ടായിരുന്നു. അവസാനം ആ ദിവസം വന്നെത്തി. MBBSന് സീറ്റ് കിട്ടുമോ എന്ന് അറിയുന്ന ദിവസം. അങ്ങനെ റിസൾട്ട് വന്നു. MBBSന് സീറ്റും കിട്ടി. അന്ന് ആ വീട്ടിൽ ആഘോഷം തന്നെയായിരുന്നു. മകൾക്ക് MBBSന് സീറ്റ് കിട്ടിയതറിഞ്ഞ അച്ഛനും അമ്മയ്ക്കും അഭിമാന നിമിഷങ്ങളായിരുന്നു. പിന്നീട് മകളോടൊപ്പം അവരും സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു. ആ സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്. അവൾ അങ്ങനെ തൻ്റെ MBBS പഠനം തുടർന്നു. അവൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു ഡോക്ടർ എന്ന അവളുടെ സ്വപ്നത്തിലേക്ക് എത്തപ്പെട്ടു. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന അവളോട് എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. അങ്ങനെ അവൾ ട്രെയിനിങ്ങിനായി കൊൽക്കത്തയിലെ വെസ്റ്റ് ബംഗാളിലെ RG കർ മെഡിക്കൽ കോളേജിലെത്തി. പക്ഷേ അവൾക്ക് അവിടെ വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ അവസ്ഥയായിരുന്നു. എങ്കിലും അത്രക്കും ആഗ്രഹിച്ച ആ ജോലിയിൽ പൂർണ്ണമായ ആത്മാർത്ഥതയോടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു. ഈ RG കർ മെഡിക്കൽ കോളേജ് അത്ര നല്ല രീതിയിലല്ലായിരുന്നു നടന്നിരുന്നത്. ഡോക്ടർമാർക്ക് പോലും ഒരു പരിഗണനയും അവിടെ കിട്ടിയിരുന്നില്ല. രോഗികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്ന ആളായിരുന്നു സഞ്ജയ് റോയ്. ഇയാൾ പോലീസ് സിവിൽ ഗാർഡ് എന്നായിരുന്നു അവിടെ അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ എല്ലാവർക്കും പേടിയായിരുന്നു. മാത്രവുമല്ല ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലവുമുണ്ട്. രാഷ്ട്രീയ പിടിപാടുകളുമുള്ള ഒരു വ്യക്തിയായിരുന്നു. പലപ്പോഴും അവിടെ വരുന്ന രോഗികളുടെ ബന്ധുക്കളുമായി സഞ്ജയ് റോയ് ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൻ്റെ ഏതെങ്കിലും ഭാഗത്തിരുന്ന് മദ്യപിക്കുമായിരുന്നു. അന്ന് അവൾക്ക് ഓവർ ഡ്യൂട്ടി ആയിരുന്നു. ഏകദേശം 36 മണിക്കൂർ അവൾ ഡ്യൂട്ടി ചെയ്തു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു ഡയറി എഴുതി വെച്ചാണ് അവൾ ഇറങ്ങിയത്. തനിക്ക് തുടർന്ന് MDക്ക് പഠിക്കണം, മെഡൽ വാങ്ങണം എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ഇത് തൻ്റെ വലിയൊരു ആഗ്രഹമാണെന്ന് അതിൽ കുറിച്ചിരുന്നു. അവൾ അത് കുറിക്കുമ്പോൾ അച്ഛനുണ്ടായിരുന്നു അടുത്ത്. പുഞ്ചിരിച്ചുകൊണ്ടാണ് അവൾ ആ കുറിപ്പുകൾ ഡയറിയിൽ പകർത്തിയത്. സന്തോഷമുള്ള എന്തോ കാര്യമാണ് കുറിച്ചതെന്ന് അച്ഛനും മനസ്സിലാക്കി. സാധാരണ പോലെ തന്നെ ഡ്യൂട്ടിക്കായി അവൾ ഇറങ്ങി. ഓവർ ഡ്യൂട്ടി ആയതിനാൽ വളരെ ക്ഷീണമുണ്ടായിരുന്നു. റെസ്റ്റ് എടുക്കാനായാണ് സെമിനാർ നടത്തുന്ന ഹാളിൽ പോയത്. നല്ല ക്ഷീണമുണ്ടായിരുന്നു. അവിടെ ഇരുന്ന അതേ സമയം തന്നെ അവൾ ഉറങ്ങിപ്പോയി. ഏകദേശം അർദ്ധരാത്രി 2 മണിയായിരുന്നു അപ്പോൾ. ഇതേ സമയം സഞ്ജയ് റോയ് മദ്യപിച്ച് ബോധമില്ലാണ്ട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലൂടെ നടക്കുകയായിരുന്നു. അയാൾ സെമിനാർ റൂമിൽ കയറി. അവിടെ ഇരിക്കുന്ന അവളെ അയാൾ കണ്ടു. മദ്യലഹരിയിൽ അയാൾ ഒരു മൃഗമായി മാറി. അയാൾ വേച്ചു അവളുടെ അടുത്തേക്ക് വന്നു. അയാൾ കുനിഞ്ഞു അവളുടെ കഴുത്തിൽ അവിടെ ചുംബിക്കാൻ നോക്കി. അവൾ ചാടി എഴുന്നേറ്റു. മുൻപിൽ സഞ്ജയ് റോയ്. മദ്യലഹരിയിലെ അയാളുടെ ക്രൂരമായ മുഖം കണ്ടപ്പോൾ അവൾക്ക് ഭയവും ദേഷ്യവും തോന്നി. അവൾ ദേഷ്യത്തോടെ തന്നെ എന്താണ് ഇവിടെ എന്ന് ചോദിച്ച് അയാളെ വകഞ്ഞു മാറ്റാൻ ശ്രമിച്ചു. മദ്യലഹരിയിലാണെങ്കിലും അയാൾക്ക് നല്ല ശക്തിയായിരുന്നു. അവൾ കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് അയാൾ മുഖത്ത് ആഞ്ഞടിച്ചു. നാവിയിൽ തൊയിച്ചു. 2 പ്രഹരവും ഒപ്പമായിരുന്നതിനാൽ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവളുടെ ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. തല കറങ്ങുന്നത് പോലെ തോന്നി. അവളെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി അവൾ യാചിച്ചു. പിന്നീട് 2 കവിളിലുമായി ആഞ്ഞാഞ്ഞ് തല്ലി. കണ്ണടയുടെ ചില്ല് പൊട്ടി കണ്ണിൽ തുളച്ചു കയറി.
കണ്ണിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങി. വെള്ളത്തിനു വേണ്ടി അവൾ യാചിച്ചു. ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല എന്ന് മാത്രമല്ല, അയാൾ അപ്പോഴും ഒരു ഭ്രാന്തനെപ്പോലെ അവളെ തൊഴിക്കുകയും അടിക്കുകയും മുഖമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയുമൊക്കെയായിരുന്നു. അവളുടെ ബോധം മറിഞ്ഞു. പിന്നീട് അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അവൾ അറിയുന്നില്ല. ആ അബോധാവസ്ഥയിൽ അയാൾ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ശരീരത്തിനകത്തും പുറത്തും മുറിവുകൾ ഉണ്ടാക്കി. എന്നിട്ടും അയാൾക്ക് ദേഷ്യവും അരിശവും അടങ്ങിയില്ല. അയാൾ അവളുടെ കഴുത്തിൽ ഞെരിച്ചുടച്ചു. അവൾ അവളുടെ സ്വപ്നങ്ങളെയെല്ലാം ബാക്കിയാക്കി അച്ഛനെയും അമ്മയും സ്വന്തക്കാക്കി അവൾ യാത്രയായി. അവളുടെ തല മുതൽ കാലുവരെ മുറിവുകളായിരുന്നു. അത്രയും മൃഗീയമായി അവളെ അവൻ കൊന്നുകളഞ്ഞു. ജനിച്ചപ്പോൾ മുതൽക്ക് അവളെ കൊഞ്ചിച്ചും ലാളിച്ചും കഷ്ടപ്പെട്ടും വളർത്തി വലുതാക്കിയ അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇന്ന് അവളില്ല. അവളെ ഇനി ജീവനോടെ ഒരിക്കലും തിരിച്ചു കൊടുക്കാനും സാധിക്കില്ല. അവളുടെ വേർപാട് അച്ഛനും അമ്മയ്ക്കും സഹിക്കാനും പറ്റില്ല. ഒരൊറ്റ രാത്രി കൊണ്ട് ആ കുടുംബത്തിനില്ലാതായത് അവരുടെ മകളാണ്, അവരുടെ സ്വപ്നങ്ങളാണ്, അവരുടെ സന്തോഷവും സമാധാനവുമാണ്. അതെല്ലാം നഷ്ടപ്പെടുത്തിയ ദ്രോഹിയാകട്ടെ അവനെ രക്ഷിക്കാൻ ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ശ്രമിക്കുന്നുമുണ്ട്. ഇന്ന് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഞ്ജയ് റോയിയെ എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല? ആരൊക്കെയാണ് അയാൾക്ക് സപ്പോർട്ട്? ഈ സമൂഹത്തിൽ സഞ്ജയ് റോയിനെ പോലെയുള്ളവർ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നാളെ ഒരുപാട് അച്ഛനമ്മമാർക്ക് കുട്ടികൾ നഷ്ടപ്പെടും. കൊഞ്ചിച്ചും ലാളിച്ചും കഷ്ടപ്പെട്ടുമൊക്കെ വളർത്തിയ തൻ്റെ പൊന്നുമക്കളെ, തൻ്റെ പൊന്നുമകളെ നഷ്ടമാകും. അതിനാൽ ഇത്തരക്കാർക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടണം. അതിനുവേണ്ടി ഇവനെ പോലെയുള്ളവരെ വിചാരണ ചെയ്യാൻ ജനങ്ങൾ കിട്ടുകൊടുക്കണം. ജനങ്ങൾ തന്നെ ശിക്ഷ നടപ്പിലാക്കണം. എന്നാലേ ഇത്തരക്കാർ പഠിക്കുകയുള്ളൂ. ഇതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ താല്പര്യം എന്താണെന്നുള്ളത് കമൻ്റായിട്ടൊന്ന് അറിയിച്ചാൽ കൊള്ളാമെന്നുണ്ട്.